ഗുജറാത്ത് ടൈറ്റൻസ് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് 2 താരങ്ങൾക്കാണ് ക്രെഡിറ്റ് മൊത്തം കൊടുക്കേണ്ടത്. ഒന്ന് ഗില്ല്, സായി സുദർശൻ. നമ്മുടെ ആളുകൾക്ക് പൊതുവെ ഗില്ല് എന്ന താരത്തോടൊരു വൈരാഗ്യവും ഒരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ. പക്ഷേ അംഗീകരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. 700-ന് മുകളിൽ റൺസ് ഗിൽ ഈ സീസണിൽ നേടി. സായി സുദർശനും അത്ര തന്നെ റൺസ് നേടി. ടോപ്പ് റൺ ഗെറ്റേഴ്സിൽ 2-3 സ്ഥാനങ്ങളാണ് ഇരുവരും. ഈ 2 താരങ്ങളില്ലായിരുന്നുണ്ടെങ്കിൽ RCB ഈ 2 താരങ്ങളില്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗുജറാത്തിൻ്റെ സ്ഥാനം നമ്മുടെയൊക്കെ ഇഷ്ട ടീമിൻ്റെയും പുറകിലായിരുന്നു ഉറപ്പായിട്ടും. അതുപോലെ മികച്ച 2 താരങ്ങൾ തന്നെയാണ് ഇരുവരും. പിന്നെ ഇവർ ഫോർമാറ്റിന് അനുയോജ്യരായിട്ടുള്ള താരമാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നീട് വിലയിരുത്തേണ്ടത്. പക്ഷേ ഈ സീസണിൽ അവർ ഗംഭീരമായിട്ട് തന്നെ കളിച്ചു. ഫൈനലിൽ അവരുടെ പ്രകടനം മോശമായി കാണും, പക്ഷേ അംഗീകരിക്കണം. ഗുജറാത്ത് ഫൈനലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇരുവരുടെയും ചിറകിലേറെ തന്നെയാണ്. അതുപോലെ സായി സുദർശൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സുദർശൻ തന്നെ ഉറങ്ങിയാണോ, ആള് തന്നെ ഉറങ്ങിയാണോ ബാറ്റ് ചെയ്യുന്നതെന്നുള്ള സംശയം പൊതുവെ ക്രിക്കറ്റ് പ്രേമികൾ പറയാറുണ്ട്. സായി സുദർശൻ അത് മാത്രമല്ല, സായി സുദർശന്റെ വിക്കറ്റ് എടുക്കാൻ ബോളർമാർക്ക് പാടില്ല. അദ്ദേഹം തന്നെ 2 തവണ സ്വയം വിക്കറ്റ് കൊടുത്ത്. എന്നാലും ശ്രദ്ധിച്ചായിരുന്നു, അദ്ദേഹം വലിയ ഷോട്ടുകളൊന്നും കളിക്കുന്നില്ല, വലിയ പടുകൂറ്റൻ സിക്സറുകളില്ല. അങ്ങനെ എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള വെറുതെ ഒരു സാഹസികമായ ഷോട്ടുകളൊന്നും വായിക്കാറില്ല. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് കൃത്യമായി നിലനിൽക്കുന്നത്, അങ്ങനെയാണ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് ക്ലാസ് പ്ലെയർ തന്നെയാണ്. നമ്മൾ ഈ ആരൊക്കെ എന്തൊക്കെ വിമർശനം നടത്തിയാലും ക്ലാസ് പ്ലെയർ, ഒരു ഡൗട്ടും ഇല്ല. കാരണം BCC ഒരു സൂപ്പർ ഭാരത്തിൽ വിരാട് കോഹ്ലിക്ക് പകരം ഒരു ബ്രാൻഡായിട്ട് പൊക്കിക്കൊണ്ട് വന്ന ആളല്ല ഗില്ല് അതിന് അർഹനാണ് എന്ന് ഉറപ്പായിട്ടും അത് കാലം തെളിയിക്കും. നമ്മൾ ഇന്ന് രണ്ടുപേരോട് ഇന്ന് രാത്രി പറഞ്ഞ ആരും അംഗീകരിക്കില്ല. അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. T20യിൽ നിന്ന് എഴുതി തള്ളേണ്ട ആളാണ് ഗില്ല്, പുതിയ ആളുകളെ എടുക്കണം, ഇതൊക്കെ ശരിയാണ്. ചിലപ്പോൾ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിൽ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാകും, പക്ഷേ ആസ് എ പ്ലെയർ ഒരു രക്ഷയുമില്ല. ഭാവിയിലെ 3 ഫോർമാറ്റുകളിലും കളിക്കാൻ തനിക്ക് കഴിയുമെന്നുള്ളത് ഗില്ല് തെളിയിച്ചു കഴിഞ്ഞു ഈ IPL-ലൂടെ.